ഇന്നത്തേത് ഒരു സ്നാക്സ് റെസിപ്പിയാണ്. മറ്റൊന്നുമല്ല, വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പക്കാവട റെസിപ്പിയാണ്. ഇത് വളരെ എളുപ്പത്തിൽ ക്രിസ്പിയായി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 2 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ബൗളിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പക്കാവട ഞാൻ തയ്യാറാക്കുന്നത് കടലമാവ് കൂടുതൽ ചേർത്തിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടിയുടെ അളവ് എപ്പോഴും കുറഞ്ഞിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. കാരണം ഇത് കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പക്കാവട വളരെയധികം ഹാർഡായി പോവും. അപ്പോൾ ഈ ഒരു അളവിൽ ചേർത്തിട്ട് ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് അതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത ശേഷം ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു സമയത്ത് തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിത് കുറച്ച് കഴിഞ്ഞ ശേഷമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് കുറച്ച് കായം കൂടെ ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറേശ്ശേ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. കടലമാവിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് സ്റ്റിക്കി ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും നമുക്കിത് കിട്ടുക. ഞാൻ ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ടൈമിലാണ് മഞ്ഞൾപ്പൊടി ചേർത്തത്. അതിനുശേഷം ഇതുപോലെ ഒന്ന് കുഴിച്ചെടുക്കാം. ഈ ഒരു രീതിയിലുള്ള അച്ചാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതൊന്ന് സേവനാഴിയിലേക്ക് നിറച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് വറുത്ത് കോരാം. ഈ ഒരു മാവ് തയ്യാറാക്കുമ്പോൾ ചപ്പാത്തി മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ അരിപ്പൊടി നമ്മൾ ചേർക്കേണ്ടതായിട്ട് വരും. അരിപ്പൊടിയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഈ പക്കാവടയുടെ ഹാർഡ്നെസ്സും കൂടും. അപ്പം അതുപോലെ തന്നെ ടേസ്റ്റിലും ഒരു വ്യത്യാസം ഉണ്ടാവും. കടലമാവ് ചേർത്ത് തയ്യാറാക്കുമ്പോൾ തന്നെയാണ് ഇതിൻ്റെ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം നിങ്ങൾ തയ്യാറാക്കുമ്പോൾ തീർച്ചയായും കടലമാവ് കൂടുതൽ ചേർത്ത് തയ്യാറാക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് വളരെ ഹാർഡായിട്ടൊന്നുമല്ല കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഇത് തയ്യാറാക്കാനായി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിലൊന്ന് നന്നായി ചൂടായ ശേഷം പക്കാവട നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് തയ്യാറാക്കുന്നത്. ഇതിങ്ങനെ ചുറ്റിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കിത് മറിച്ചിടുന്ന സമയത്ത് എണ്ണയൊക്കെ ഒന്ന് തെറിച്ച് വരാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഇത് നമ്മളൊന്ന് ഹോൾഡ് ചെയ്താൽ മതിയാവും. ഇത് കുറച്ചൊന്ന് പിഴിഞ്ഞൊഴിച്ച ശേഷം കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്കിതുപോലെ മുറിഞ്ഞ് തന്നെ കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വീണ് കിട്ടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മറിച്ചിടാനും അതുപോലെ തന്നെ മൂപ്പിച്ചെടുക്കാനും കഴിയും. ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ആദ്യം തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറിവേപ്പില പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് മൂത്ത് വന്ന ശേഷം മാത്രം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ കുറച്ച് വെളുത്തുള്ളി കൂടെ ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ പക്കാവട കഴിക്കുന്ന സമയത്ത് ഇതിനോടൊപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഞാനിത് തയ്യാറാക്കിയ ലാസ്റ്റ് ബാച്ചിൽ മാത്രമാണ് കുറച്ച് വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഇത് ഒരുപാട് അങ്ങ് മൂത്ത് പോകേണ്ട ആവശ്യമില്ല. ഒരുപാട് മൂത്ത് പോകുന്നതനുസരിച്ച് അതുപോലെ ഹാർഡാവുകയും ചെയ്യും. ഇതുപോലെ ഞാൻ ചുറ്റിച്ചൊഴിച്ചിട്ടുള്ളത് മറിച്ചിടുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് രണ്ടും ഇതിൽ കാണിക്കുന്നത്. ഞാനിതെല്ലാം തയ്യാറാക്കിയത് 2-3 ബാച്ചായിട്ടാണ്. കടലമാവ് മാത്രം ചേർത്ത് തയ്യാറാക്കിയാലും ഇത് നല്ല ടേസ്റ്റിയാണ്. ഞാനിതിലേക്ക് കുറച്ച് അരിപ്പൊടി കൂടി ചേർത്താണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് മാത്രം. ഈ ഒരു റെസിപ്പി നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ തന്നെ കേടുകൂടാതെ കുറച്ചധികം ദിവസം നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റുന്നതാണ്. ഞാനെല്ലാം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കുമ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി ഒന്ന് ഹാർഡാവും 1-2 ദിവസം കഴിയുമ്പോൾ. പക്ഷേ കടലമാവ് ചേർത്ത് മാത്രം തയ്യാറാക്കിയതായതുകൊണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഇത്രയും സോഫ്റ്റ് ആയിട്ടാണ്. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്